നിയുക്ത മന്ത്രി കെ തുളസിയുടെ പ്രതികരണം കൂടി കാണാം. കോങ്ങാട് മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് LDF കോട്ട തകർത്തുകൊണ്ടാണ് KA തുളസി വിജയിച്ചത്. മന്ത്രിസഭയിലേക്ക് വരികയാണ്. തുളസി ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ വിജയം മന്ത്രിസഭയിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനവും കോങ്ങാട് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഇപ്പോൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം, അതുപോലെ തന്നെ UDFൻ്റെ നേതൃത്വം, അതുപോലെ തന്നെ എന്നെ വിജയിപ്പിച്ച ജനങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള UDFൻ്റെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും, അതുപോലെ തന്നെ എല്ലാവരോടും കുടുംബത്തിനോടും എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റവും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നിറവേറ്റും എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ കേട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ മന്ത്രിസഭ വന്നപ്പോൾ 2 വനിതാ മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കർസാണ്. അപ്പോൾ അർഹിച്ച ഒരു പ്രാതിനിധ്യം വനിതകൾക്ക് ഉൾപ്പെടെ ഈ മന്ത്രിസഭയിലുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മുൻ കാലഘട്ടങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു നല്ലൊരു പങ്കാളിത്തം തന്നെയാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. വളരെ സന്തോഷം. എങ്ങനെയാണ് ഈ വിജയിച്ചു വന്നു, ഈ കുടുംബത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പാർട്ടി തന്ന ഒരു അംഗീകാരം തന്നെയല്ലേ ഈ മന്ത്രിസ്ഥാനം? തീർച്ചയായിട്ടും ഞാൻ 1994 മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകയായിട്ടായിരുന്നു തുടക്കം. അതിനുശേഷം പാർട്ടി എനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് അവസരം തന്നു. 5 വർഷം നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിട്ടും 5 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പം KPC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി നമുക്കൊരു അവസരം തരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടല്ലേ തരുള്ളൂ. അപ്പോൾ എന്നിൽ പാർട്ടി വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, മുന്നണി വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കൂടെ അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. 21 പേരിൽ 14 പുതുമുഖങ്ങളാണ്. ഈ പാർട്ടിപരമായി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പുതുമുഖങ്ങൾ ശോഭിക്കാൻ കഴിയും ടീം VDSന്. തീർച്ചയായിട്ടും ടീം UDFൻ്റെ ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് വളരെ സന്തോഷം, അഭിമാനമല്ലേ. കാരണം UDFന് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് UDF വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകൾക്കും എല്ലാ സമസ്ത മേഖലയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീം UDFൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. പാലക്കാട് പിടിച്ചെടുത്തു, അതുപോലെ ഇപ്പോൾ ഭാര്യയും കോങ്ങാടും പിടിച്ചെടുത്തിരിക്കും. ഒരു ചരിത്ര നിയോഗമാണ്. 2019 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, ചാനലുകാർ പ്രത്യേകിച്ച് സർവേ നടത്തി പറഞ്ഞു 3-ാം സ്ഥാനത്താവുന്നതാണ്. അവിടെ നിന്ന് ജയിച്ച് കയറി 5 വർഷം കൊണ്ട് 7 ഇരട്ടി ഭൂരിപക്ഷത്തിലൂടെ 2ാമത് ജയിക്കാൻ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പാലക്കാട് അങ്ങനെ ഒരു കോട്ടയൊന്നുമല്ല. ജനങ്ങളുമായിട്ട് ഇടപഴകിയാൽ, അടുത്തറിഞ്ഞാൽ അവർ എല്ലാ പിന്തുണയും നൽകും. പിന്നെ കഠിന പ്രയത്നം നടത്തിയാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇത്തവണയും 25 വർഷം LDFൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് ഞങ്ങൾക്ക് സീറ്റായിട്ട് കിട്ടിയത്. അത് പൊന്നു വിളയിപ്പിക്കാൻ, ജയിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയും പാർട്ടി പ്രവർത്തകരുടെ നിസ്സീമമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് പാർട്ടി എപ്പോൾ എല്ലാം അംഗീകാരം തന്നിട്ടുണ്ടോ അതൊക്കെ കഠിന പ്രയത്നം നടത്തി നേടിയതാണ്. ചുളുവിൽ അല്ലെങ്കിൽ ആ തരത്തിൽ ലളിതമായിട്ട് കിട്ടിയതല്ല. ജയിക്കാവുന്നൊരു സീറ്റുമല്ല കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ തുളസിയെ മന്ത്രിയാക്കിയിരിക്കുന്നു. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. വിശ്വാസപൂർവ്വം പാർട്ടി ഏൽപ്പിച്ചത് നിഷ്പക്ഷമായും നീതിപൂർവമായും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട. കുടുംബത്തിലാകുമ്പോൾ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയും. അതുപോലെ ഈ രാഷ്ട്രീയപരമായ ടിപ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആണ്. അതുകൊണ്ട് അതായത് ഞങ്ങൾ 2004 ലോക്സഭാ ഇലക്ഷനിൽ തുളസി സ്ഥാനാർത്ഥിയാകുമ്പോഴാണ് പരിചയപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം. അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാകുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയും 2 കൂട്ടർക്കും. അതുകൊണ്ട് എൻ്റെ തിരക്കും തുളസിയുടെ തിരക്കും ജനങ്ങൾ വരുമ്പോൾ അവരെ സമീപിക്കേണ്ട രീതിയൊക്കെ ഞങ്ങൾ സത്യത്തിൽ ഷെയറിംഗ് ആണ്. പല കാര്യവും എന്നോട് ചോദിക്കും, ഞാൻ തുളസിയോട് ചോദിക്കാറുണ്ട്. ഭാര്യയും കോങ്ങാട് MLAയും നിയുക്ത മന്ത്രിയുമായ കെ തുളസിയും പ്രതികരിക്കുകയായിരുന്നു. മീഡിയ വണിനോട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ സന്തോഷവും ആവേശത്തിലുമാണ് എന്ന് പറയുകയാണ് ഇരുവരും. നമ്മൾ ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ഡ്രോൺ ഷോട്ടുകളാണ് പ്രേക്ഷകർ കാണുന്നത്. അതാ സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരിരിപ്പിടം പോലും അവശേഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വീക്ഷിക്കാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 25,000-ഓളം പേർക്കുള്ള ഇരിപ്പിടങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. 1,00,000-ഓളം പേർ എത്തിച്ചേരും എന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ